അള്ളാഹിനെ പറ്റി എപ്പോഴും സ്മരിക്കുക, ദിക്ർ വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം തുടങ്ങിയ റബ്ബിനെ സ്മരിക്കുന്ന ദിക്റുകൾ അത് എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാ സമയത്തും ജീവിതത്തിന്റെ ഭാഗമായി മാറട്ടെ. അതിന് വേറെ പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ല, അതിന് വേറെ പ്രത്യേകിച്ചൊന്നും സമയം കാണേണ്ട ആവശ്യമില്ല. നമ്മുടെ സംസാര മധ്യേ പോലും ദിക്റുകൾ ധാരാളമായി പറ്റും. നിബിധങ്ങളൊക്കെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ പോലും ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലുന്ന സ്വഹാബിമാരെ പറയാൻ, ഞങ്ങളിങ്ങനെ നബി ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങളിങ്ങനെ അറിയാതെ ഇങ്ങനെ എണ്ണിപ്പോകും. നബി പോലും അറിയാതെ ഞങ്ങൾ എണ്ണും. നബി ഞങ്ങളൊപ്പം ഇരുന്ന് വർത്താനം പറയേക്കും, അതിനിടയിൽ ഇങ്ങനെ ഇടയ്ക്ക് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഇടയ്ക്ക് പറയും. അപ്പം ഞങ്ങൾ എണ്ണും. ഒറ്റ ഇരുത്തത്തിൽ ഒറ്റ മജ്‌ലിസിൽ അല്ലാഹുവിന്റെ റസൂല് 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞവരെ ഞങ്ങൾ എണ്ണിയിട്ടുണ്ട്. ഇത് സ്വഹാബികളെ പറയാം. നബി തങ്ങൾ തന്നെ പറഞ്ഞു, ഞാനൊരു ദിവസം 100 തവണ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്. നബിക്ക് പാപങ്ങളില്ലല്ലോ, പൊറുക്കാൻ പാപങ്ങളില്ല. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കൽ മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ ഖൈറും എല്ലാ ബറക്കത്തും ദുന്യവിയായ നേട്ടങ്ങളും ഉഖ്റവിയായ നേട്ടങ്ങളും എല്ലാത്തിനുമുള്ള അടിസ്ഥാനമാണ്, പരിഹാരമാണ് ഇസ്തിഗ്ഫാർ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ. അത്തരം ദിക്റുകൾ ജീവിതത്തിന്റെ ഭാഗമായി മാറുക, ഖുർആനുമായി ബന്ധമുണ്ടാവുക, ഇബാദത്തുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക, നിസ്കാരം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അള്ളാഹിനെ കുറിച്ചുള്ള എല്ലാ സ്മരണകളും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ എന്തു പരീക്ഷണം ഉണ്ടായാലും, എന്തു പ്രതിസന്ധി വന്നാലും, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അവിടേക്ക് ഒരു സമാധാനം, ഒരു നിർഭയത്വം, ഒരു സംതൃപ്തി അവന് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. അതാണ് തൗഹീദിന്റെ അടിസ്ഥാനം. ആ തൗഹീദ് നൽകുന്ന സുരക്ഷ, തൗഹീദ് നൽകുന്ന സംതൃപ്തി മറ്റൊന്നുകൊണ്ട് ലഭിക്കുകയില്ല.